എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്, പായസക്കട്ടി. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ് സേമിയ അതിലേക്ക് ചേർക്കുക. ഞാനിവിടെ വറുത്ത സേമിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് പാല്, തിളച്ച പാല് ചേർക്കുക. സേമിയ ആവശ്യത്തിന് വേവേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പാലൽപ്പം കൂടിയാലും കുഴപ്പമില്ല. ഇതുപോലെ നല്ലപോലെ വെന്ത് വരണം. വെന്ത് വരുമ്പോൾ അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. മധുരം കൂടുതലോ കുറവോ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇത് നല്ലപോലെ ഇളക്കണം. സേമിയ നല്ലപോലെ വേവാൻ വേണ്ടി തീ സിമ്മിലിട്ട് ഇളക്കേണ്ടത് ആവശ്യമാണ്. പായസത്തിൻ്റെ രുചി കിട്ടുന്നതിനായി നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കുകയും ചെയ്യാം. നല്ലപോലെ കുറുകി വിട്ടുവരുന്ന ഒരു പാകത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രം, നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഈ കൂട്ട് മാറ്റുക. പതുക്കെ പരത്തി കൊടുക്കുക. അതിന് മുകളിലായി പൊടിച്ച അണ്ടിപ്പരിപ്പ് ചേർക്കാം. ആവശ്യാനുസരണം ബദാമോ ഉണക്കമുന്തിരിയോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സേമിയ നല്ലപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മധുരമുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.